ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മിഷമാക്സ് blog18 നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ഐറ്റമാണ് എന്ന് പറഞ്ഞാൽ തനിനാട് അയലപ്പീര എന്ന് പറയും. അതായത് ഉണക്ക മീൻ അയലയും പച്ച തേങ്ങയും കൂടി ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കറി. അത് തയ്യാറാക്കുന്നത് ഈവനിങ്ങിലാണ്. അതായത് വൈകുന്നേരം തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളതിനായിട്ട് ഭക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അത് തയ്യാറാക്കി വെക്കുമ്പോൾ അതിൻ്റെ ഉപ്പും അതുപോലെ മുളക് ഇതെല്ലാം പിടിച്ച് അതിൻ്റെ ചേരുവകളെല്ലാം ചേർന്ന് റെഡിയായിട്ട് നല്ല രുചിയായിട്ടും വരണമെങ്കിൽ ഒരു 12 മണിക്കൂർ സമയം പിടിക്കും. അത് നമ്മൾ മൺചട്ടി തന്നെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഇത് ഒരു 4-5 ദിവസത്തിന് അണക്കം തട്ടാതെ വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം എടുത്ത് വേറെ പാത്രത്തിലേക്ക് ഊറ്റിയെടുത്തിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കാനാണെങ്കിൽ ഒരു 4-5 ദിവസം വരെ ഈ സാധനം ഇരുന്നത് കേടുകൂടാതിരിക്കും. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അയലപ്പീരയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉണക്കായല ഒരെണ്ണം, കാന്താരി മുളക്, ഒരു തേങ്ങയുടെ പകുതി, കുടംപുളി, കറിവേപ്പില, മുളക് പൊടി, ചുവന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി അധികം വേണം. പിന്നെ സവോള ഇതിൻ്റെ നേർപകുതി മതിയാവും. വലുതാക്കി അരിഞ്ഞിടുക. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. തേങ്ങ ഓരോ കഷ്ണങ്ങളായി കുത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ പുറമേയുള്ള ഒരു കറുത്ത തൊലിയുണ്ട്, അത് ചിരണ്ടി കളയണം. ചിരണ്ടി കളഞ്ഞിട്ടേ ഉപയോഗിക്കാവൂ. നന്നായി ചിരണ്ടി കളഞ്ഞതിന് ശേഷം അവ നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് നുറുക്കിയെടുക്കുക. ആ വിധങ്ങളെല്ലാം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക. കഴുകി വൃത്തിയാക്കി എടുത്ത തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. തുടർന്ന് ഓരോ ഐറ്റം അരിഞ്ഞ് പാകത്തിനാക്കി എടുക്കുക. ഇതേപോലെ നീളത്തിലും അതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടും നുറുക്കിയെടുക്കുക. ഇഞ്ചി അല്പം വലിയ കഷ്ണമായിരിക്കണം. ബാക്കിയെല്ലാം സാധാരണഗതിയിൽ തന്നെ അരിഞ്ഞെടുക്കുക. അതുപോലെ കാന്താരി മുളക് നമ്മൾ ഇതിൻ്റെ അകത്ത് അരിയത്തൊന്നുമില്ല, ഡയറക്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് നോക്കാനുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ മതി.
നമ്മളെല്ലാം അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഇതിനകത്ത് മൺചട്ടി കമ്പൽസറിയാണ്, മൺചട്ടിക്കകത്തേ ഉണ്ടാക്കാവുള്ളൂ. അല്പം വെള്ളം ഒഴിച്ച്, അതായത് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. അതിനു മുമ്പ് തന്നെ നമ്മുടെ കുടംപുളി കഴുകിയിടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇട്ടത് കുടംപുളിയാണ്. ഒന്നായി ഇരുട്ട് പോലെ ആയതുകൊണ്ട് വ്യക്തമല്ല. എന്തായാലും കുടംപുളി കാണാമല്ലോ, കുടംപുളിയാണ് നമ്മൾ കഴുകിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, സബ്, അതോടൊപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ആ കറിയിൽ നിന്ന്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിച്ച അയലപ്പീര എന്ന കറിയിൽ നിന്ന് ഒരു ചെറിയ വ്യതിയാനം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലും ബെറ്ററായിട്ട് മറ്റൊരു റെസിപ്പി തയ്യാറാക്കാവുന്നേ ഉള്ളൂ. പ്രധാനമായിട്ടും അയലപ്പീര എന്നുള്ള മാറ്റി ചെമ്മീൻ പീര ആക്കുക. ചെമ്മീൻ പീര എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, വലിയ ടൈപ്പ് ചെമ്മീനായിരിക്കരുത്, ചെറിയ ടൈപ്പ് ചെമ്മീനായിരിക്കണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. അത് അതിൻ്റെ തലയെല്ലാം കിള്ളിക്കഴിഞ്ഞ് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് ഉണക്കുക. ഉണങ്ങിയിട്ട് അത് ചെറു ചട്ടിയിലിട്ടൊന്ന് പയ്യൊന്ന് ചൂട് പിടിച്ച്, അതായത് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുത്തിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്ന് വറുത്തെടുത്തിട്ട് അത് ഇതിൻ്റെ അത് ഉപയോഗിച്ചാൽ മാത്രം മതി. ഈ മീൻ ഉപയോഗിക്കുന്നതിന് പകരം ചെമ്മീൻ ഇടുക. കൂടാതെ അതിനകത്ത് വേറെ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് തേങ്ങ കൊത്തായിട്ടാണ് ഇട്ടേക്കണമെങ്കിലും അതിൻ്റെ പീരയിൽ, അതായത് ചെമ്മീൻ പീരയിലേക്ക് വരുമ്പോൾ അത് തേങ്ങ കൊത്തായിട്ട് ഇടാൻ പറ്റത്തില്ല. പകരം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചുരണ്ടി പാകത്തിനാക്കി എടുക്കുക. അതായത് ചെറിയ ചെറിയ നേരത്തെ കഷ്ണങ്ങൾ പോലെ ആയിട്ട് ചിരണ്ടി, നമ്മൾ ശരിക്കും പറയുന്നത് ചുരണ്ടി എന്നാണ്, ചുരണ്ടി അത് പാകത്തിനെടുക്കുക. വേറെ ഒരു വ്യത്യാസങ്ങളും വരുത്താനില്ല. പക്ഷേ ഇത്രയും നമ്മൾ ഈ അയലപ്പീര കിടന്ന് വേവുന്ന അത്രയും ടൈം ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ടൈമേ അതിന് വേണ്ടി വരുള്ളൂ. കാരണം നേരത്തെ രീതിയിലാണ് തേങ്ങ അതിൻ്റെ അകത്ത് സജ്ജമാക്കി ഇടുന്നത്. അതുപോലെ ചെറിയ മീനാണ്, അതിൻ്റെ കൊണ്ട് ഒത്തിരി നേരം താമസമില്ല. പക്ഷേ ഇതുപോലെ 4-5 ദിവസത്തേന് ആ കറി ഇരിക്കില്ല. ഒന്നല്ലെങ്കിൽ പിറ്റേ ദിവസത്തിനുള്ളിൽ അത് കഴിച്ച് തീർക്കണം, അല്ലെങ്കിൽ അത് വേസ്റ്റായി പോകും. കാരണം ചെമ്മീനാണ്, ചെമ്മീൻ ഒത്തിരി ഇരിക്കത്തില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ മറ്റൊരു റെസിപ്പി കൂടെ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എൻ്റെ ഈ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങളൊക്കെ ഒത്തിരി പേർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മളായിട്ട് ഉള്ളത് നിങ്ങൾക്ക് പകർന്നു തരുന്നുണ്ട്. അതുപോലെ ചെറിയ ചെറിയ പുതിയതുമായിട്ടുള്ളതും പഴയതും നമുക്ക് കിട്ടുന്ന റെസിപ്പികളെല്ലാം നിങ്ങളുടെ അടുത്ത് എത്തിക്കും. അപ്പോൾ അത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. എല്ലാത്തിനും നന്ദി.